ഇന്ന് നമ്മൾ അയ്യനമന എന്ന് പറയുന്ന ഒരു മിസ്റ്റീരിയസ് കന്നഡ സീരീസ് ആണ് നോക്കാൻ പോകുന്നത്. എപ്പിസോഡിന്റെ തുടക്കത്തിൽ ദുഷ്യന്ത എന്ന് പറയുന്ന ഒരാളെയാണ് കാണിക്കുന്നത്. അയാൾ ഹീറോയിനായ ജാജിയുമായുള്ള വിവാഹശേഷം തിരിച്ച് അയാളുടെ വീട്ടിലേക്ക് അവളെയും കൊണ്ട് പോകുകയാണ്. അപ്പൊ പോകുന്നതിന് മുമ്പായി ദുഷ്യൻ ജാജിയുടെ അമ്മയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് മകളെ കെട്ടിച്ചു നൽകിയതിന് നന്ദി പറയുന്നു. അത് കേട്ട് ജാജിക്കൊന്നും തന്നെ മനസ്സിലാകുന്നില്ല. അപ്പൊ അവളുടെ അമ്മ അവൾ കാണാതെ ദുഷ്യന്തിനോട് ജാജിയെല്ലാം തനിയെ അറിയുന്നത് വരെ അവളോടൊന്നും പറയണ്ടെന്ന് പറയുന്നു. അതിനുശേഷം ഇവർ കാറിൽ പോകുന്ന വഴിക്ക് നിങ്ങളുടെ വീട് എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ വീടെന്ന് അറിയപ്പെടുന്നതെന്ന് ചോദിക്കുകയാണ്. അതിനുത്തരമായി കാർ ഡ്രൈവർ പണ്ട് അവരുടെ വീടിരുന്ന സ്ഥലം ഒരു കൃഷിഭൂമിയായിരുന്നു എന്നും ഒരു ദിവസം അവിടെ നിന്നും ഒരു വിഗ്രഹം കിട്ടിയെന്നും അതിനുശേഷം ഇവർ റിച്ചായെന്നും ഒക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് വേറെ എന്തോ കൂടി ആ കാർ ഡ്രൈവർ പറയാൻ വരുമ്പോഴേക്കും ദുഷ്യന്ത് അതിനെ തടയുന്നു. അപ്പോൾ റോഡിൽ വെച്ച് ജാജി ഒരു പോലീസുകാരനെ കണ്ട് അയാളെ ദുഷ്യന്തിന് നെയ്ബർ ആണെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇവർ ദുഷ്യന്തിന്റെ വീട്ടിലെത്തി ജാജി ആ വീട്ടിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ ദുഷ്യന്തിന്റെ അച്ഛൻ നെഞ്ചുവേദന വന്ന് മരിക്കുകയാണ്. നേരെ ഒരു പൂജാരി അവിടേക്ക് വന്ന് ഒരു കുഴപ്പവുമില്ലായിരുന്ന ആൾ വേഗം മരിച്ചത് ജാജിയുടെ ജാതകദോഷമാണെന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷെ ദുഷ്യന്ത് അതിനെ എതിർത്ത് ജാജിയെ സപ്പോർട്ട് ചെയ്യുവാണ്. അപ്പോൾ ജാജിക്ക് ഹസ്ബൻഡ് കൂടെ ഉണ്ടെന്നൊക്കെ ഓർത്ത് സന്തോഷമാകുന്നു. അന്നത്തെ രാത്രി അവരെല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോൾ ദുഷ്യന്തിന്റെ രണ്ടാമത്തെ സഹോദരൻ സ്വബോധമില്ലാതെ എന്തൊക്കെയോ കാണിച്ച് അവിടെ ആകെ വഴക്കുണ്ടാക്കുകയാണ്. അതിനുശേഷം ജാജി അവളുടെ അമ്മയെ വിളിച്ച് അച്ഛനെ ആരും അറിയാതെ ഇന്ന് തന്നെ അടക്കിയതിലും അന്ന് നടന്ന സംഭവത്തെ കുറിച്ചൊക്കെ സംശയം പ്രകടിപ്പിക്കുകയാണ്. അപ്പോഴേക്കും ദുഷ്യന്തിന്റെ അമ്മയായ നാഗമ്മ അവിടേക്ക് വന്നിട്ട് അച്ഛന്റെ കർമ്മങ്ങളൊക്കെ കഴിയുന്നത് വരെ നിങ്ങൾ ഒരുമിച്ച് കിടക്കണ്ട, അതുകൊണ്ട് ദുഷ്യന്തിന്റെ അനിയത്തി പൂർണിയുടെ മുറിയിൽ കിടന്നോളാൻ അവളോട് പറയുന്നു. പക്ഷെ പൂർണിക്ക് ജാജിയെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് അവളെ അവിടെ കിടക്കാൻ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് വേറെ വഴിയില്ലാതെ ജാജി ഹാളിൽ കിടക്കുന്നു. അവിടെ തന്നെയായിരുന്നു ആ വീട്ടിലെ ജോലിക്കാരിയും ഉറങ്ങിയിരുന്നത്. അപ്പൊ അവൾ അവരോട് അച്ഛൻ മരിച്ചിട്ടും എന്തുകൊണ്ടാണ് ആരെയും അറിയിക്കാതെ അടക്കിയതെന്ന് തിരക്കുന്നു. അപ്പോഴുടെ എപ്പോഴും ഇങ്ങനെ തന്നെയാണെന്നും സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഈ വീട്ടുകാർ മാത്രമേ അതിന് പങ്കെടുക്കാറുള്ളെന്നും പറയുന്നു. അപ്പൊ ജാജിയാണെങ്കിൽ അങ്ങനെയെങ്കിൽ ചേട്ടന്മാരുടെ ഭാര്യമാരെയെങ്കിലും വിളിക്കണ്ടായിരുന്നു എന്ന് അന്വേഷിക്കുമ്പോൾ അതിനുത്തരമായി അവർക്ക് നേരത്തെ തന്നെ മരിച്ചു എന്ന് പറയുവാണ്. ഈ വീട്ടിൽ ആദ്യം മരിച്ചത് ദുഷ്യന്തിന്റെ രണ്ടാമത്തെ സഹോദരൻ മഹേഷിന്റെ ഭാര്യ പുഷ്പവതിയാണെന്നും പറയുന്നു. അന്നത്തെ രാത്രി ഇതൊക്കെ കേട്ട് അവൾക്ക് മര്യാദയ്ക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ പിറ്റേന്ന് നേരം വെളുക്കുമ്പോഴേക്കും അവൾ എഴുന്നേക്കാൻ ലേറ്റ് ആയിട്ടുണ്ടാകും. അപ്പൊ ഹസ്ബൻഡിന് കോഫി ഉണ്ടാക്കി കൊടുത്തില്ലല്ലോ എന്നോർത്ത് ടെൻഷൻ അടിച്ച് വരുമ്പോഴേക്കും അവൻ ഓൾറെഡി അവൾക്കും കൂടെ ഉള്ള കോഫി ഉണ്ടാക്കി കൊണ്ട് വരുമായിരിക്കും. അതൊക്കെ കണ്ടപ്പോൾ ജാജിക്ക് നല്ല സന്തോഷം തോന്നുന്നു. അതിനുശേഷം അവൾ ഇന്നലെ വീട്ടിൽ നിന്ന് പോരുന്ന ധൃതിയിൽ ഡ്രസ്സ് എടുക്കാൻ മറന്നെന്ന് പറയുമ്പോൾ നാഗമ്മ ഒരു അലമാരിയിൽ നിന്ന് കുറെ സാരിയൊക്കെ കാണിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ഇതെല്ലാം അവളോട് യൂസ് ചെയ്തോളാൻ പറയുന്നു. അപ്പോൾ ഇതെല്ലാം ആരുടേതാണെന്ന് അവൾ തിരക്കുമ്പോൾ അതെല്ലാം പുഷ്പവതിയുടേതാണെന്ന് പറയുന്നു. ഇന്നലെ മഹേഷ് അങ്ങനെയെല്ലാം പെരുമാറിയത് കൊണ്ട് തന്നെ ഇന്നൊരു ഡോക്ടർ അവനെ നോക്കാൻ വന്നിട്ടുണ്ട്. അന്നേരം ജാജിയാണ് അവനെ വിളിക്കാനായി റൂമിലേക്ക് പോകുന്നത്. പക്ഷെ അവൾ പുഷ്പവതിയുടെ സാരിയൊക്കെ ഉടുത്തിരിക്കുന്നതിനാൽ പുഷ്പവതിയാണെന്ന് കരുതി എന്തൊക്കെയോ ഭ്രാന്തമായി അവളോട് സംസാരിക്കുകയാണ് മഹേഷ്. അത് കണ്ട് പേടിച്ച് അവൾ അലറുമ്പോൾ എല്ലാവരും അങ്ങോട്ടേക്ക് വന്ന് അവന് മയങ്ങാനുള്ള ഇഞ്ചക്ഷനൊക്കെ കൊടുക്കുകയാണ്. അതിനുശേഷം നാഗമ്മ പുഷ്പവതിയെ കുറിച്ചൊക്കെ ജാജിക്ക് പറഞ്ഞു കൊടുക്കുന്നു. പെട്ടെന്നൊരു ദിവസം മഹേഷ് രജിസ്റ്റർ മാരേജ് ചെയ്ത് കൊണ്ടുവന്നതായിരുന്നു പുഷ്പവതിയെ. അവൾ ഭയങ്കര മോഡേൺ സ്റ്റൈലായിരുന്നു നടന്നിരുന്നത്. അതൊന്നും ആ വീട്ടിലുള്ളവർക്ക് ഇഷ്ടപ്പെട്ടതേ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല അവൾ വീട്ടിൽ മദ്യപിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ ഒരു ദിവസമാണെങ്കിൽ പുഷ്പവതി വീട്ടിലിരുന്ന് മദ്യപിക്കുകയാണ്. അപ്പൊ അത് കണ്ട നാഗമ്മ ദൈവം കുടികൊള്ളുന്ന വീട്ടിൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയുമ്പോൾ അത് വലിയൊരു വാക്കുതർക്കമാകുന്നുണ്ട്. അപ്പൊ പുഷ്പവതി ആണെങ്കിൽ ആ ദൈവത്തിന്റെ വിഗ്രഹം എടുത്ത് അവിടെയുള്ള ഒരു കിണറ്റിൽ കൊണ്ടുപോയിടുന്നു. അതിനുശേഷം ആ കിണറ്റിൽ തന്നെയാണ് അവൾ ചാടി മരിക്കുന്നത്. ദൈവകോപം മൂലമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് നാഗമ്മ ജാജിക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അതൊക്കെ കഴിഞ്ഞ് ജാജി കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ വേലക്കാരി വന്നിട്ട് പുഷ്പവതി ആയിരുന്നു ഇവിടെ നന്നായിട്ട് കുക്ക് ചെയ്യുന്നതെന്നൊക്കെ പറയുവാണ്. അത് കേട്ട് കൺഫ്യൂഷനായ ജാജി പുഷ്പവതി അതിന് മദ്യപിച്ച് ഒരുമാതിരി നടക്കുമല്ലായിരുന്നു എന്ന് തിരക്കുന്നു. അപ്പോൾ ആദ്യത്തെ കുറച്ച് നാൾ അവൾ അങ്ങനെയൊക്കെ ആയിരുന്നുവെങ്കിലും പിന്നീട് അവൾ ഒരു നല്ല മരുമകളായി എന്ന് പറയുകയാണ് ആ ജോലിക്കാരി. പക്ഷെ ആ സമയം മഹേഷ് മറ്റു പെൺകുട്ടികളോടൊക്കെ മോശമായി പെരുമാറുന്നുണ്ടെന്ന് അവൾ അറിയുവാണ്. എന്നിട്ട് ആ ദേശത്തിൽ അവൾ ചെന്ന് നാഗമ്മയോട് മക്കളെ ഇങ്ങനെയൊക്കെയാണോ വളർത്തി വെച്ചിരിക്കുന്നത്, എന്നിട്ട് ദൈവത്തിന്റെ വീടാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നു. ആ ദേശത്തിൽ അവൾ പീരിയഡ്സ് ആയിരുന്നിട്ടും പൂജാമുറിയിൽ കയറി കഥ കടച്ചിരുന്നു. അതുകൊണ്ടാണ് ദൈവകോപം കിട്ടിയതെന്നും അവൾ മരിച്ചതെന്നും പറയുന്നു. അടുത്ത ദിവസം അവരുടെ അച്ഛൻ മരിച്ച ഒരു കർമ്മത്തിനിടയിൽ ദുഷ്യന്തിന്റെ മൂത്ത സഹോദരന്റെ ഭാര്യ ചാരുലതയുടെ അമ്മയും അനിയത്തിയും അങ്ങോട്ട് വരുവാണ്. അവിടെ വെച്ച് ജാജിയെ കണ്ട അവർ ആരാണെന്ന് തിരക്കുമ്പോൾ ദുഷ്യന്തിന്റെ ഭാര്യയാണെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. അതിനുശേഷം ഇവർ ജാജിയുടെ അടുത്ത് ചെന്നിട്ട് ദുഷ്യന്തിനെ ചാരുലതയുടെ അനിയത്തി വിവാഹം കഴിക്കാൻ ഇരുന്നതാണെന്ന് പറയുന്നു. അത് ചാരുലത മരിക്കും മുമ്പുള്ള ആഗ്രഹമായിരുന്നു. അപ്പൊ ജാജി അവരോട്
ചാരുലത എങ്ങനെയാണ് മരിച്ചതെന്ന് തിരക്കുമ്പോൾ അവൾ സ്വയം തീ കൊളുത്തി മരിച്ചതാണെന്ന് പറയും. അന്നേരം ചാരുലതയുടെ പാസ്റ്റ് കാണിക്കുവാണ്. അവൾ ഭയങ്കരമായിട്ട് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളായിരുന്നു. കല്യാണ ദിവസം തന്നെ അവളെ കൊണ്ട് പൂജാമുറിയിൽ വിളക്ക് കൊളുത്തിച്ചില്ലെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇവൾ പ്രഗ്നന്റ് ആണെന്ന് കരുതി ഒരു ഡോക്ടർ വന്ന് ചെക്ക് ചെയ്യുന്നു. പക്ഷെ അവൾ കരുതുന്നത് പോലെ ഒന്നുമില്ലെന്നും അവൾക്ക് PCOS ഉള്ളത് കൊണ്ട് പീരിയഡ്സ് ആവാത്തതാണെന്നും ഡോക്ടർ പറയുന്നു. അതോടുകൂടി അവൾ ശരിക്കും ഡിപ്രസ്ഡ് ആകുവാണ്. അതുകൊണ്ട് തന്നെ ഇവളുടെ ഹസ്ബൻഡ് ഏതെങ്കിലും പെൺകുട്ടികളോട് സംസാരിക്കുമ്പോൾ ഇവൾക്ക് കുട്ടികൾ ഉണ്ടാവാത്തത് കൊണ്ട് വേറെ പെണ്ണിനെ സ്നേഹിക്കുകയാണെന്നൊക്കെ കരുതി ഭയങ്കര പൊസസീവ് ആകുവാണ്. ഒരു ദിവസം രാത്രി ഇവൾ പൂജാ റൂമിൽ കയറിയിട്ട് എന്തൊക്കെയോ മന്ത്രങ്ങളൊക്കെ ചൊല്ലിയിട്ട് ഞാൻ ഇപ്പോൾ തന്നെ പ്രഗ്നന്റ് ആകുമെന്നൊക്കെ പറയുവാണ്. പക്ഷെ വീണ്ടും ഡോക്ടർ വന്ന് നോക്കുമ്പോൾ അവൾക്ക് ഒരിക്കലും അമ്മയാകാൻ കഴിയില്ലെന്ന് പറയുന്നു. അതുകൊണ്ട് അവൾ ആ വീട്ടുകാരോട് എനിക്കൊരു കുഞ്ഞിനെ തരാൻ പറ്റില്ലാത്തതുകൊണ്ട് എന്റെ അനിയത്തിയെ കൊണ്ട് ദുഷ്യന്തിനെ കല്യാണം കഴിപ്പിക്കണമെന്നൊക്കെ പറയുന്നു. അത് കഴിഞ്ഞാണ് അവൾ തീ കൊളുത്തി ആത്മഹത്യ ചെയ്യുന്നത്. പിന്നീട് പ്രസന്റിൽ ജാജി ദുഷ്യന്തിന്റെ രണ്ടാം ഭാര്യയാണെന്ന് അറിയുവാണ് അവൾ. അപ്പൊ അത് ജാജിയുടെ അമ്മയ്ക്ക് ഓൾറെഡി അറിയാമെന്നും അതിനു പകരം 5 ഏക്കർ സ്ഥലം കൊടുത്തെന്നുമൊക്കെ മഹേഷ് പറയുന്നുണ്ട്. അത് കേട്ട് ജാജി അവളുടെ അമ്മയെ വിളിച്ച് സ്ഥലത്തിന് വേണ്ടി എന്നെ വിറ്റതാണോ എന്നൊക്കെ ചോദിക്കുന്നു. അതിനുശേഷം ദുഷ്യന്ത് അവളൊന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് അവളുടെ അടുത്തേക്ക് വന്നിട്ട് അവന്റെ ആദ്യ ഭാര്യയെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുവാണ്. അവളുടെ പേര് ബിന്ദു മാലിനി എന്നായിരുന്നു. ഒരു നവരാത്രി ദിവസം അവരുടെ വീട്ടിൽ ഡാൻസ് കളിക്കാൻ വന്നതായിരുന്നു അവളും അവരുടെ വീട്ടിൽ തന്നെയായിരുന്നു പ്രോഗ്രാം കഴിയുന്നത് വരെ താമസിച്ചിരുന്നത്. അന്നത്തെ രാത്രി അവൾ നല്ലപോലെ ഡാൻസ് ഒക്കെ കളിക്കുവാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഇവർ വിളിച്ച ഡാൻസർ അല്ലായിരുന്നു ഇവൾ ആൾമാറാട്ടം നടത്തി വന്നതായിരുന്നു. പക്ഷെ അത് ദുഷ്യന്ത് കണ്ടുപിടിക്കുവാണ്. അപ്പൊ അവൾ അവളുടെ സാഹചര്യം കൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയുന്നു. അവളുടെ വീട്ടുകാർ ഒരു 52 വയസ്സുള്ള ആളെ കൊണ്ട് ഇവളെ കല്യാണം കഴിപ്പിക്കാൻ ഒരുങ്ങിയപ്പോൾ അത് അവൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് വീട് വിട്ടു പോന്നതാണെന്ന് പറയുന്നു. ദിവസം അവളുടെ അച്ഛൻ പോലീസുകാരെയൊക്കെ കൂട്ടി അവളെ അന്വേഷിച്ച് അവിടെ എത്തുന്നു. അപ്പൊ വേറെ വഴിയില്ലാതെ ദുഷ്യന്ത് അവളെ രക്ഷിക്കുന്നതിനായി അവർ തമ്മിൽ ഇഷ്ടത്തിലാണെന്നും അവൻ വിളിച്ചിട്ടാണ് അവൾ ഇറങ്ങി വന്നതെന്നും ഒക്കെ പറയുന്നു. അപ്പൊ മറ്റൊന്നും പറയാനില്ലാതെ ആ പോലീസുകാരും അവളുടെ അച്ഛനും അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷമായിരുന്നു ഇവർ കല്യാണം കഴിക്കുന്നത്. പക്ഷെ അവൾക്കിനിയും ഡാൻസ് പഠിക്കണം. അതിനാൽ അതുവരെ ഇവർ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് കഴിയരുതെന്ന് ഇവർ തീരുമാനം എടുക്കുകയാണ്. പക്ഷേ ഇവളൊരു ആസ്മ പേഷ്യന്റ് ആയിരുന്നു. അങ്ങനെ ഇരിക്കൊരു ദിവസം രാത്രി ഇവൾക്ക് ശ്വാസം മുട്ടൽ വരുമ്പോൾ ഇൻഹേലർ നോക്കുമ്പോൾ അവിടെ എങ്ങും കാണുന്നില്ല. അവരെല്ലാവരും കൂടെ അത് തപ്പിപ്പിടിച്ച് വരുമ്പോഴേക്കും അവൾ മരിച്ചിട്ടുണ്ടായിരുന്നു. ദുഷ്യന്ത് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ജാജിക്ക് കുറച്ച് ആശ്വാസമൊക്കെ ആകുവാണ്. പക്ഷെ ജാജിക്ക് ഈ വീട്ടിൽ വരുന്ന മരുമക്കളെല്ലാം മരിച്ചു പോകുന്നത് കൊണ്ട് നല്ല പേടിയാകുന്നുണ്ട്. അപ്പൊ ദുഷ്യന്ത് ആണെങ്കിൽ അവളുടെ പേടി മാറ്റാനായി അടുത്ത ദിവസം തന്നെ ഒരു പൂജാരിയെ വിളിക്കുകയാണ്. അപ്പോൾ അയാൾ പ്രശ്നമെല്ലാം വെച്ച് നോക്കിയിട്ട് പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല. അതിനുശേഷം ആ പൂജാരി പോകാൻ തുടങ്ങിയപ്പോൾ ജാജി ആരും കാണാതെ വന്ന് അയാളോട് ഓരോന്നും ചോദിക്കുന്നുണ്ട്. അപ്പോ അയാളാണെങ്കിൽ പണ്ട് ഇവരുടെ വീടിരുന്ന സ്ഥലത്ത് 6 മരണങ്ങൾ സംഭവിച്ചു എന്നും അവരെയൊക്കെ ഇവിടെ തന്നെയായിരുന്നു അടക്കം ചെയ്തതെന്നും പറയുന്നു. അന്നേ ഈ പൂജാരി ഇവരോട് പറഞ്ഞതായിരുന്നു ഈ സ്ഥലം വാങ്ങരുതെന്ന്. പക്ഷെ വിലക്കുറവിൽ കിട്ടിയതുകൊണ്ടാണ് അവർ ഇത് വാങ്ങിയത്. അതുകൂടാതെ പൂജാരി മറ്റൊന്നും കൂടി പറയുന്നുണ്ട്. ഈ വീട്ടിൽ ഇനി 6 മരണങ്ങൾ സംഭവിക്കുന്നത് വരെ ഇതിങ്ങനെ തുടരുമെന്നും. ഇപ്പോൾ ഇവിടെ മൊത്തത്തിൽ 4 പേർ മരിച്ചിരിക്കുന്നു. ഇനി അടുത്തത് ആരായിരിക്കുമെന്നോർത്ത് ജാജിക്ക് നല്ല ടെൻഷൻ ആകുന്നു. അതിനുശേഷം ദുഷ്യന്തും ജാജിയും കൂടെ കാശിക്ക് പോകാനുള്ള ടിക്കറ്റ് എടുക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരാളിൽ നിന്നും ബിന്ദുവിന്റെ പേരിൽ നേരത്തെ എടുത്തു വെച്ച ഒരു ഇൻഷുറൻസിൽ നിന്നും 57 ലക്ഷം രൂപ ക്രെഡിറ്റ് ആയ കാര്യം അറിയും. പോരാത്തതിന് തിരിച്ചു വരുന്ന വഴിക്ക് ദുഷ്യന്ത് അവളുടെ പേരിൽ ഒരു ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെന്ന് അവളോട് പറയുവാണ്. അതും കൂടെ കേട്ടപ്പോൾ ജാജിക്ക് ഇൻഷുറൻസിന് വേണ്ടി ബിന്ദുവിനെ കൊന്നു കളഞ്ഞതുപോലെ എന്നെയും കൊല്ലുമോ എന്ന് സംശയം തോന്നുന്നു. എന്നിട്ട് അവർ വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ ജാജിയുടെ അമ്മ അവിടെ വന്നിട്ടുണ്ടാകും. അവിടെ വെച്ച് ജാജിയെ കൊണ്ട് ആ ഇൻഷുറൻസിന്റെ പേപ്പറിലൊക്കെ സൈൻ ചെയ്യിക്കുകയാണ്. അവൾക്കതിൽ സംശയമുണ്ടെങ്കിലും അവൾ അതിൽ സൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം അവൾ അവളുടെ അമ്മയെ മാറ്റി നിർത്തി ഈ സംശയമൊക്കെ പറയുന്നു. അപ്പോൾ അത് കേട്ട ദുഷ്യന്തിന്റെ അമ്മ എന്റെ മകൻ പൈസയ്ക്ക് വേണ്ടി ഭാര്യയെ കൊല്ലുന്ന ഒരാളല്ലെന്നൊക്കെ പറയുന്നു. രണ്ടാമത് കല്യാണത്തിന് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ലെന്നും ഇവരുടെ നിർബന്ധപ്രകാരമാണ് അവൻ സമ്മതിച്ചെന്നൊക്കെ പറയുകയാണ്. അതൊക്കെ കേട്ടപ്പോൾ ഭർത്താവിനെ സംശയിച്ചതിൽ അവൾക്ക് കുറ്റബോധം തോന്നുന്നു. അത് കഴിഞ്ഞ് ജാജി മഹേഷിനെ വിളിക്കാൻ അവന്റെ റൂമിലേക്ക് പോകുമ്പോൾ അവൻ മരിച്ച നിലയിൽ കിടക്കുന്നതാവും കാണുക. അങ്ങനെ മഹേഷിന്റെ ബോഡിയും എപ്പോഴത്തെ പോലെയും തന്നെ അവർ ആരോടും പറയാതെ അടക്കം ചെയ്യുന്നു. അന്നത്തെ രാത്രി ജാജി വിളിച്ചിട്ട് അവളുടെ ആ കൂട്ടുകാരൻ പോലീസും കുറച്ചു പേരും കൂടെ വന്ന് മഹേഷിന്റെ ബോഡി അവിടെ നിന്ന് പോസ്റ്റ്മോർട്ടത്തിനായിട്ട് കൊണ്ടുപോകുന്നു. അതറിഞ്ഞ് അവിടെയുള്ളവർ ജാജിയോട് ദേഷ്യപ്പെടുവാണ്. അവളോട് എന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അതിനുത്തരമായി അവൾ മഹേഷ് മരിച്ചതല്ല, ദുഷ്യന്തന്റെ മൂത്ത സഹോദരൻ കൊന്നതാണെന്ന് പറയുന്നു. പിന്നീട് മഹേഷ് മരിക്കുന്നതിന് മുമ്പുള്ള ഒരു സീനാണ് കാണിക്കുന്നത്. ആ ദിവസം രാത്രി ദുഷ്യന്തന്റെ അനിയത്തിയെയും അവിടുത്തെ ഡ്രൈവറെയും മഹേഷ് ഒന്നിച്ച് കാണുന്നു. അത് കണ്ട് മഹേഷ് പ്രശ്നമുണ്ടാക്കുവാണ്. അപ്പൊ അവിടെ കൂടി വന്ന അവന്റെ ചേട്ടൻ അവനെ ആശ്വസിപ്പിച്ച് റൂമിലേക്ക് കൊണ്ടുപോകുന്നു. ഇതെല്ലാം ജാജിയും കാണുന്നുണ്ടായിരുന്നു. അതിനുശേഷം മൂത്ത സഹോദരൻ മഹേഷിനോട് പറയുകയാണ് അവരുടെ അനിയത്തിയും അടുത്ത വീട്ടിലെ ചെറുക്കനും പ്രേമത്തിലായിരുന്നു എന്നും ഇപ്പോൾ പ്രഗ്നന്റ് ആണോ എന്ന് ഡൗട്ട് ഉണ്ടെന്നും. അതുകൊണ്ട് ഇവൾ അബോർഷൻ ടാബ്ലറ്റ്സ് മേടിക്കാൻ പോയാൽ നാണക്കേടാകുമെന്ന് കരുതി ഇയാൾ പറഞ്ഞിട്ട് ഡ്രൈവറിനെ കൊണ്ട് പേടിപ്പിക്കുകയായിരുന്നു. അതുകൊണ്ട് അത് കൊടുക്കാൻ വന്നതായിരുന്നു ആ ഡ്രൈവർ. അന്നേരമാണ് മഹേഷ് അവരെ കണ്ടത്. അത് കഴിഞ്ഞ് ഇയാൾ മഹേഷിന് 3 സ്ലീപ്പിംഗ് പിൽസ് കൊടുക്കുന്നു. അപ്പോൾ സ്ലീപ്പിംഗ് പിൽസ് ഓവർഡോസ് ആയതുകൊണ്ടാണ് മഹേഷ് മരിച്ചതെന്ന് ജാജി പറയുകയാണ്. പക്ഷെ അപ്പോഴേക്കും അയാൾ ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ കാണിക്കുകയാണ്. പക്ഷെ അതിൽ
ഒരു ദിവസം 3 പിൽസ് വരെ കഴിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ജാജി ആ പോലീസുകാരെ വിളിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യണ്ടെന്ന് പറയുന്നു. പക്ഷെ അപ്പോഴേക്കും അത് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ടാകും. തൽക്കാലം ആ പോലീസുകാരനും ജാജിയും അതെല്ലാം അവരിൽ നിന്ന് മറച്ചു വെക്കുന്നു. അപ്പൊ ആ പോലീസുകാരൻ മറ്റാരും കാണാതെ ഇതൊരു നാച്ചുറൽ ഡെത്ത് അല്ലെന്നും റിസൾട്ട് വരുമ്പോൾ അറിയിക്കാമെന്നും ജാജിയോട് പറയുന്നു. അപ്പൊ ജാജി അവരുടെ അച്ഛന്റെ റിപ്പോർട്ടും കൂടെ ആൾക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇവർ സംസാരിക്കുന്നതെല്ലാം തന്നെ അവിടുത്തെ ജോലിക്കാരി ഒളിഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ജാജി ഒരു കഷായം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ ജോലിക്കാരി ഒരു വിഷക്കിഴങ്ങ് കൊണ്ടുവന്ന് അവിടെ വെക്കുന്നു. അപ്പൊ ആ ജാജി അതിനെപ്പറ്റി തിരക്കുമ്പോൾ അതൊരു വിഷക്കിഴങ്ങാണെന്നും അത് കഴിച്ചാൽ ആൾക്കാർ മരിച്ചു പോകുമെന്നും പറയുവാണ്. പക്ഷേ നന്നായി ഉണക്കി പൊടിപ്പിച്ചിട്ട് പനിയൊക്കെ വരുമ്പോൾ ഒരു നുള്ളു മാത്രം ഇട്ട് കഷായം ഉണ്ടാക്കിയാൽ നല്ലതാണെന്നും കൂടിപ്പോയാൽ ആള് തന്നെ മരിച്ചു പോകുമെന്നും പറയുന്നു. അപ്പോഴേക്കും ജാജിക്ക് ആ പോലീസുകാരന്റെ കോൾ വന്നു. അവൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ജോലിക്കാരി അവൾക്കുള്ള കഷായം അവിടെ വെച്ചിട്ട് പോകുന്നു. അപ്പോൾ മറുവശത്ത് നിന്നും ആ പോലീസുകാരും മഹേഷും അവിടുത്തെ അച്ഛനും മരിക്കാൻ കാരണം ഒരു പോയിസണസ് ആയിട്ടുള്ള കിഴങ്ങിന്റെ പൊടി കാരണമാണെന്ന് പറയുന്നു. അപ്പോഴേക്കും ജാജി ഞാനിപ്പോൾ അതാണ് കുടിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവിടെ ബോധം കെട്ട് വീഴുന്നു. അത് കേട്ട് വേഗം പോലീസുകാരും ഡോക്ടറും ഒക്കെ വന്ന് അവളെ രക്ഷിക്കുന്നു. അന്നേരം ആ ജോലിക്കാരി അവിടെ നിന്ന് ഓടുന്നതായിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ പോലീസ് അവരെ പിടിച്ച് ജാജിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തുവാണ്. പക്ഷെ അവരെ കണ്ടതും ജാജി ആണെങ്കിൽ അവരോട് നന്ദിയൊക്കെ പറയുന്നു ജീവൻ രക്ഷിച്ചതിന്. അപ്പോഴാണ് ഇതിനു മുമ്പ് നടന്ന സീൻ കാണിക്കുന്നത്. സത്യത്തിൽ അവൾ കഷായം ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ അവളുടെ ശ്രദ്ധ തെറ്റിയ നേരത്ത് അവളുടെ അമ്മായിയമ്മ തന്നെയായിരുന്നു അതിൽ വിഷം ചേർത്തത്. അപ്പോൾ അത് കുടിച്ചിട്ട് അവിടെ വീണ് കിടന്ന അവൾക്കൊരു മറുമരുന്ന് കൊടുത്ത് രക്ഷിക്കുകയായിരുന്നു ആ ജോലിക്കാരി. പക്ഷെ ഈ സത്യം ഒന്നും ജാജി ആരോടും തന്നെ പറയുന്നില്ല. അടുത്ത ദിവസം ഇവർ ഫാമിലിയായിട്ട് ഒരു അമ്പലത്തിലേക്ക് പോകുമ്പോൾ നാഗമ്മ മാത്രം പോകുന്നുണ്ടാവില്ല. അപ്പോൾ മറുവശത്ത് അവരെന്തോ തിരയുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ജാജി അങ്ങോട്ട് വന്ന് ആ പൊടി കാണിച്ചിട്ട് ഇതാണോ തിരയുന്നത് എന്ന് ചോദിക്കുന്നു. നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയെല്ലാം ചെയ്തതെന്ന് ചോദിക്കുകയാണ് അവൾ. അപ്പോഴാണ് ഈ നാഗമ്മയുടെ പാസ്റ്റ് കാണിക്കുന്നത്. അവർ ചെറുപ്പം തൊട്ടേ ഒരു റാണിയാണെന്ന് വിചാരിച്ചായിരുന്നു വളർന്നത്. കളിക്കുമ്പോൾ പോലും ഇവൾ പറയുന്നത് മറ്റു കുട്ടികൾ കേൾക്കണമായിരുന്നു. പക്ഷെ ഇവളുടെ അമ്മ ഇവളെ നല്ലപോലെ വഴക്കൊക്കെ പറയുമായിരുന്നു. അതപ്പോ അവളുടെ കൂടെ കളിക്കുന്ന ഒരു ചെറുക്കൻ കണ്ടിട്ട് എല്ലാവരോടും ഇവൾക്ക് വീട്ടിലൊരു വിലയില്ലെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുവാണ്. അപ്പൊ അതിൽ ദേഷ്യം വന്ന അവൾ അമ്മ ജീവിച്ചിരുന്നാൽ അവളെ ആരും റാണിയായിട്ട് കാണില്ലെന്ന് പറഞ്ഞ് അമ്മയ്ക്ക് ആ കിഴങ്ങ് ഭക്ഷണത്തിൽ കലക്കി കൊടുക്കുവാണ്. അതൊക്കെ കഴിഞ്ഞ് ഇവളെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നപ്പോഴും അവളുടെ ഹസ്ബൻഡ് ആ വീട്ടിലെ എല്ലാ അധികാരവും അവൾക്ക് കൊടുക്കുവാണ്. അപ്പൊ അവിടെയുള്ള എല്ലാവരെയും അവൾ ഭരിച്ചു വരുമ്പോഴായിരുന്നു പുഷ്പവതി അങ്ങോട്ടേക്ക് വരുന്നത്. ആദ്യമൊക്കെ പുഷ്പവതി മോഡേൺ ആയിട്ടൊക്കെ നടന്നെങ്കിലും പിന്നീട് അവൾ ആ വീടിനെ നല്ലപോലെയൊക്കെ നോക്കുന്നു. അത് കണ്ട് ഇവരുടെ സ്ഥാനം പോകുമെന്ന് മനസ്സിലാക്കി അവർ രാത്രി അവളെയും വിളിച്ചു കൊണ്ടുപോയി കിണറ്റിൽ തള്ളിയിട്ട് കൊല്ലുന്നു. പക്ഷെ അത് ചാരുലത കണ്ടിട്ടുണ്ടായിരുന്നു. അവൾ വന്ന് നാഗമ്മയ്ക്ക് 2 അടി കൊടുത്തിട്ട് ഒരെണ്ണം പുഷ്പവതിയെ കൊന്നതിലും മറ്റൊരെണ്ണം അവൾക്ക് സ്ഥിരമായി കുട്ടികൾ ഉണ്ടാവാതിരിക്കാനുള്ള മരുന്ന് കൊടുത്തതിനുമാണെന്ന് പറയുന്നു. ചാരുലതയ്ക്ക് കുട്ടികൾ ഉണ്ടായാൽ അവരുടെ സ്ഥാനം പോകുമെന്ന് അവർ ഭയന്നിരുന്നു. ചാരുലത ഈ സത്യം അറിഞ്ഞതുകൊണ്ട് ഈ നാഗമ്മ തന്നെയാണ് അവളെയും തീ വെച്ച് കൊന്നത്. അങ്ങനെ ഈ സത്യം അറിയുന്ന എല്ലാവരെയും അവർ തന്നെയാണ് കൊന്നുകളഞ്ഞത്. അപ്പോൾ ജാജി ആണെങ്കിൽ ഇവരെല്ലാം കൊന്നിട്ട് ദൈവത്തിന്റെ പേര് പറയുന്നത് തെറ്റല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പൊ അവർ ദൈവം ഇതുവരെ ചോദിച്ചിട്ടില്ല പിന്നെ എന്താന്ന് പറഞ്ഞ് ജാജിയെ നോക്കുമ്പോഴാണ് അത് യഥാർത്ഥ ദൈവമാണെന്ന് അവർക്ക് മനസ്സിലാകുന്നത്. അപ്പൊ ദൈവത്തെ കണ്ട് പേടിച്ച് അവർ നിലത്തേക്ക് വീണ്ടും തലയിടിച്ച് മരിക്കുവാണ്. അത് കഴിഞ്ഞ് ഈ മക്കളെല്ലാരും അമ്പലത്തിൽ നിന്ന് വരുമ്പോൾ അമ്മ മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. അതിനുശേഷം ദുഷ്യന്ത് വന്നിട്ട് ഇനി മുതൽ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ജാജി ഈ വീടിനെ നോക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ ജാജി ആ വീടിന്റെ അധികാരം ഏറ്റെടുക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ സീരീസ് അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.